മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 9th ചാപ്റ്റർ 10 പോളിനോമിയൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 183 ക്വസ്റ്റ്യൻ ആണ്. ഇൻ ഈച്ച് ഓഫ് ദ പ്രോബ്ലംസ് ബിലോ ചെക്ക് വെദർ ദ റിലേഷൻ ബിറ്റ്വീൻ ദ സ്പെസിഫൈഡ് മെഷർമെന്റ് ഇസ് എ പോളിനോമിയൽ. ഗിവ് റീസൺസ് ഫോർ യുവർ അസേർഷൻ. ചുവടെയുള്ള കണക്കുകളെല്ലാം പറഞ്ഞിരിക്കുന്ന അളവുകൾ തമ്മിലുള്ള ബന്ധം ബഹുപദമാണോ എന്ന് പരിശോധിക്കുക. തീരുമാനത്തിന്റെ കാരണം എഴുതണം. ഓക്കെ, ഫസ്റ്റ് വൺ, ദ റിലേഷൻ ബിറ്റ്വീൻ ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് എ സ്ക്വയർ പാർക്ക് ആൻഡ് ദ ഏരിയ ഓഫ് 1 മീറ്റർ വൈഡ് പാത്ത് അറൌണ്ട് ഇറ്റ്. സമചതുരാകൃതിയായ ഒരു മൈതാനത്തിന് ചുറ്റും 1 മീറ്റർ വീതിയിൽ ഒരു പാതയുണ്ട്. മൈതാനത്തിന്റെ ഒരു വശത്തിന്റെ നീളവും പാതയുടെ പരപ്പളവും തമ്മിലുള്ള ബന്ധം. Then relation between the amount of acid added to the mixture of 3 liter of acid and 7 liter of water and the change in the percentage of acid in the mixture. 7 ലിറ്റർ വെള്ളവും 3 ലിറ്റർ ആസിഡും ചേർന്ന ദ്രാവകത്തിൽ വീണ്ടും ഒഴിക്കുന്ന ആസിഡിന്റെ അളവും ദ്രാവകത്തിലെ ആസിഡിന്റെ ശതമാനത്തിലുണ്ടാകുന്ന മാറ്റവും. 2 poles of height 3 meter and 4 meter stands 5 meter apart. A rope is to be stretched from the top of the post to the some point on the ground and then stretched to the top of the other pole. The distance from the foot of one pole to the point to the ground where the rope is fixed and the total length of the rope. ഓക്കെ, സംഭവം എന്താ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. 3 മീറ്ററും 4 മീറ്ററും ഉയരമുള്ള 2 കമ്പുകൾ 5 മീറ്റർ അകലത്തിൽ നിലത്ത് കുത്തനെ നാട്ടിയിരിക്കുന്നു. ഒരു കമ്പിന്റെ മുകളിൽ നിന്നും ഒരു കയർ വലിച്ച് നിലത്ത് ഉറപ്പിച്ചു. അവിടെ നിന്ന് രണ്ടാമത്തെ കമ്പിലേക്ക് വലിച്ചു കെട്ടണം. ഒരു കമ്പിന്റെ ചുവട്ടിൽ നിന്നും നിലത്ത് കയർ ഉറപ്പിച്ച സ്ഥാനത്തേക്കുള്ള അകലവും കയറിന്റെ നീളവും തമ്മിലുള്ള ബന്ധം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് തൊട്ട് തുടങ്ങാം. ദ റിലേഷൻ ബിറ്റ്വീൻ ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് എ സ്ക്വയർ പാർക്ക് ആൻഡ് ദ ഏരിയ ഓഫ് 1 മീറ്റർ വൈഡ് പാത്ത് അറൌണ്ട് ഇറ്റ്. അതായത് ഒരു ഗ്രൗണ്ട്, ആ ഗ്രൗണ്ടിന്റെ ഒരു സൈഡിനെ നമ്മൾ എക്സ് എന്ന് എടുത്തു. കാരണം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മൈതാനത്തിന്റെ ഒരു വശം അഥവാ ഗ്രൗണ്ടിന്റെ ഒരു വശം. ദ റിലേഷൻ ബിറ്റ്വീൻ ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് എ സ്ക്വയർ പാർക്ക്, പാർക്കിന്റെ അല്ലെങ്കിൽ മൈതാനത്തിന്റെ ഒരു വശം, അതിനെ ഞാൻ എക്സ് നിർത്തും. അതിന് ചുറ്റും 1 മീറ്റർ വീതിയിൽ ഒരു നടപ്പാത ഉണ്ട് എന്നാണ് പറയുന്നത്. ഏരിയ ഓഫ് 1 മീറ്റർ വൈഡ് പാത്ത് അറൌണ്ട് ഇറ്റ്. 1 മീറ്റർ വീതിയിൽ ഇവിടെ ഒരു പാതയുണ്ട്, അതാണ് ഈ കാണുന്നത്. ഇനി ഈ പാതയുടെ പരപ്പളവ് കാണണം. ഓക്കെ, അതിനാദ്യം നമ്മൾ മൈതാനത്തിന്റെ നീളത്തിന് എക്സ് എന്നെടുത്തു. ഇനി സൈഡ് ഓഫ് എ സ്ക്വയർ ഇൻക്ലൂഡിങ് ഗ്രൗണ്ട് ആൻഡ് പാത്ത്, പാതയും അതേപോലെ തന്നെ മൈതാനവും ചേർന്ന സമതലത്തിന്റെ ഒരു വശം എന്ന് പറയുന്നത് x+2 ആണ്. അതെങ്ങനെ x+2 ആയതെന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കണേ. ഈ നീളം x ആണ്. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നീളം 1, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നീളവും 1. അപ്പൊ ഈ പാതയും മൈതാനവും ചേരുന്ന ഈ സമചതുരം എത്രയായിരിക്കും? ഇവിടെ നിന്ന് നേരെ താഴോട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഭാഗം എക്സ്, ഇവിടെ 1 1, അപ്പൊ x+2. ഓക്കെ, ഇനി ഏരിയ കാണാം നമുക്ക്. ഏരിയ ഓഫ് പാത്ത്, പാതയുടെ പരപ്പളവ് എന്ന് പറയുന്നത് ഞാനിവിടെ ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ ഇട്ട് കൊടുക്കുകയാണ്. ഈ പാതയുടെ പരപ്പളവ് എന്ന് പറയുന്നത്, പാത എന്ന് പറയുന്നത് ഇതല്ലേ പാത, ഞാൻ ഈ വരച്ച ഭാഗം, ഇതല്ലേ നമ്മളുടെ എന്താ പറയുക പാത്ത് എന്ന് പറയുന്നത് പാത. ഇതിൻ്റെ ഏരിയ കാണണം എന്നുണ്ടെങ്കിൽ ഈ ടോട്ടൽ ഏരിയന്ന് ഈ ഉള്ളിലുള്ള സ്ക്വയറിനെ അങ്ങോട്ട് മൈനസ് ചെയ്താൽ പോരെ, അല്ലെ? രണ്ടും സമചതുരാണ്, രണ്ടും സ്ക്വയറാണ്. അപ്പൊ പുറത്തുള്ള സ്ക്വയറിന്ന് ഈ ഉള്ളിലുള്ള സ്ക്വയറിന്റെ ഏരിയ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് വെറും പാതയായിട്ട് ഇങ്ങനെ കിട്ടൂലേ? അതാണ് ഇവിടെ ഞാൻ എഴുതിയേക്കണം കേട്ടോ. പുറത്തുള്ളത് ഒരു സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് a² ആണ്. സമചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് a² ആണ്. അപ്പോൾ പുറത്തുള്ള ഒരു വശത്തിന്റെ നീളം x+2 ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ a² എന്ന് പറയുമ്പോൾ എന്താ? x+2ന്റെ സ്ക്വയർ മൈനസ് x² എന്ന് വരും. ഇതിനെ നമ്മൾ a+b² എക്സ്പാൻഡ് ചെയ്യണം കേട്ടോ. എന്താ a+b² a² പ്ലസ് 2ab പ്ലസ് b², അല്ലെ? ഇവിടെ എയുടെ സ്ഥാനത്ത് x ആണ്, ബിയുടെ സ്ഥാനത്ത് 2 ആണ്. അപ്പൊ അത് ഇങ്ങനെ വരും a² അഥവാ x². ദെൻ 2ab 2 × x ×
2. അപ്പോൾ 2 × 2 4, 4 × x 4x, പിന്നെ b സ്ക്വയർ, അപ്പോൾ 2 സ്ക്വയർ 4. ഇതാ എക്സ് സ്ക്വയർ എന്ന് എക്സ് സ്ക്വയർ പോയി, പിന്നെ ഇവിടെ ഒരു മൈനസ് എക്സ് സ്ക്വയർ ഉണ്ടല്ലോ, ആ എക്സ് സ്ക്വയർ ആണ് കേട്ടോ. എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയർ എന്ന് ആര് പോയി? എക്സ് സ്ക്വയർ പോയി. ഇനി ആരുള്ളത്? 4x + 4 ആണ്. ഓക്കെ, ഇതൊരു പോളിനോമിയൽ ആണോ അല്ലയോ? ഇറ്റ് ഈസ് എ പോളിനോമിയൽ. ഇതൊരു പോളിനോമിയൽ ആണ്, ബഹുപദമാണ്. ഓക്കെ, ഇനി രണ്ടാമത് നോക്കാം. ദ റിലേഷൻ ബിറ്റ്വീൻ എമൗണ്ട് ഓഫ് ആസിഡ് ആഡഡ് ടു ദ മിക്സ്ചർ ഓഫ് 3 ലിറ്റർ ഓഫ് ആസിഡ് ആൻഡ് 7 ലിറ്റർ ഓഫ് വാട്ടർ ആൻഡ് ദ ചേഞ്ച് ഇൻ ദ പെർസെൻറ്റേജ് ഓഫ് ആസിഡ് ഇൻ ദ മിക്സ്ചർ. അതായത് ഒരു മിക്സ്ചറിൽ 7 ലിറ്റർ വാട്ടറും 3 ലിറ്റർ ആസിഡും ഉണ്ട്. 3 ലിറ്റർ ആസിഡും 7 ലിറ്റർ വാട്ടറും ഉള്ള ഒരു മിക്സ്ചറിലോട്ട് കുറച്ചും കൂടെ ആസിഡ് നമ്മൾ ചേർക്കുന്നു. അപ്പോൾ അവിടെ നമുക്കൊരു ചേഞ്ച് വരും, പെർസെൻറ്റേജ്. ആദ്യം ആസിഡ് 3 ഉള്ളായിരുന്നു അല്ലേ, അതിനുശേഷം എന്ത് ചെയ്തു? ഒരു എക്സ് ലിറ്ററും കൂടി ആഡ് ചെയ്തു. എത്ര ആഡ് ചെയ്തു നമുക്കറിയില്ല, എത്രയോ ആഡ് ചെയ്തു. അപ്പോൾ അവിടെ ആസിഡിന്റെ അളവ് കൂടൂലേ, അപ്പോൾ അവിടെ വന്ന പെർസെൻറ്റേജിന്റെ വ്യത്യാസം. അപ്പോൾ അത് നമുക്ക് നോക്കാം. ആദ്യം ആസിഡ് 3 ലിറ്ററും വാട്ടർ 7 ലിറ്ററും, ടോട്ടൽ 10 ലിറ്ററാണ് നമ്മളുടെ മിക്സ്ചർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ ആസിഡ് എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? അതായത് 3 ലിറ്ററാണ് ആസിഡ്, അപ്പോൾ 3/10 × 100 ചെയ്താൽ മതി. ഓക്കെ, 0യും 0യും ക്യാൻസൽ ചെയ്തു. 3 × 10 30% ആസിഡാണ്, 70% വാട്ടറും. ഓക്കെ, ഇനി ഒരു എക്സ് ലിറ്റർ ആസിഡ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ആസിഡ് എത്രയായി? 3 + x ആവും. ആസിഡ് എത്രയാവും? 3 + x ആവും. വാട്ടറോ? വാട്ടറിന് എന്തെങ്കിലും മാറ്റം വന്നോ? വാട്ടറിലല്ലോ, വാട്ടർ 7 തന്നെയാണ്, വാട്ടർ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ടോട്ടൽ എത്രയായി? 10 + x ആവും. ആ എക്സ് ലിറ്ററും കൂടി ആ ടോട്ടൽക്ക് ആഡ് ചെയ്യണം. ആസിഡുക്കും എക്സ് ആഡ് ചെയ്യണം, ടോട്ടലുക്കും എക്സ് ആഡ് ചെയ്യണം. ഇനി നോക്കിയേ, ഇവിടെ നമ്മൾ ആസിഡിന്റെ പെർസെൻറ്റേജ് കാണണം. ഓക്കെ, നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ആസിഡിന്റെ അളവ് 3 + x / 10 + x × 100 ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇത്രയും പെർസെൻറ്റേജ് കിട്ടും. ഇതാ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഇതാ ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇടണം, ഒന്നിൽ കൂടുതൽ ടേം ഉണ്ട്. 3 × 100 300, x × 100 100x / 10 + x പെർസെൻറ്റേജ്. ഇനി ഇതിൻ്റെ ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടാൽ മതി. ഓക്കെ, ഇതിനെ ക്രോസ് ചെയ്യുക. ഈ 10 + x അപ്പുറത്ത് കൊടുത്തു, 1 × ഈ നമ്പർ തന്നെ. 300 + 100x - 30 × 10 + x. ഇത് ഇങ്ങോട്ട് ചെയ്യാം. 30 × 10 300 മൈനസ് 300 വരും കേട്ടോ, ഇത് മൈനസ് അല്ലേ. ദെൻ 30 × x - 30x. 300ഉം 300ഉം പോയി. 100x നിന്ന് 30x പോയാൽ ബാക്കി 70x. ഇത് പോളിനോമിയൽ ആണോ അല്ലയോ? ഇതാണ് നമ്മളുടെ അടുത്ത ചോദ്യം. ഈസ് ഇറ്റ് എ പോളിനോമിയൽ? ഇതിനെ നമുക്കൊരു പോളിനോമിയൽഡ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ഡിനോമിനേറ്ററിൽ ഒരു വേരിയബിൾ കിടക്കുന്നുണ്ട്. ആ വേരിയബിളിനെ നമുക്ക് അവിടെ നിന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? 70x / 10 + x എന്നാണ്. ആ വേരിയബിളിനെ നമുക്ക്, ഡിനോമിനേറ്ററിലുള്ള വേരിയബിളിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് എ പോളിനോമിയൽ. ഡിനോമിനേറ്ററിലുള്ള വേരിയബിൾ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പോളിനോമിയൽ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദെൻ അടുത്തത്, അതായത് 3 മീറ്റർ 4 മീറ്റർ നീളമുള്ള 2 കമ്പുകൾ കുത്തിവെച്ചിട്ടുണ്ട്. ഈ കമ്പുകളിൻ്റെ അറ്റത്ത് നിന്നും ഒരു കയർ ഗ്രൗണ്ടിൻ്റെ ഒരു പോയിന്റിലേക്ക് വെച്ചിട്ടുണ്ട്. ഈ പോയിന്റിൽ നിന്നുള്ള അകലം എന്ന് പറയുന്നത്, ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. അപ്പോൾ ഇതിലെ ഒരു ലെങ്ത്തും അതേപോലെ തന്നെ ഈ കയറിൻ്റെ നീളവും തമ്മിലുള്ള റിലേഷനാണ്. ഇവിടെ ഒരു ലെങ്ത്തിനെ ഞാൻ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡ് എത്രയായിരിക്കും? 5 - x ആയിരിക്കും. കാരണം ടോട്ടൽ 5 ആണല്ലോ. അപ്പോൾ ഒരു സൈഡ് എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡ് എന്തായിരിക്കും? 5 - x ആയിരിക്കും. ഇനി ഈ കയറിൻ്റെ നീളം കാണാൻ ഈ 2 നീളങ്ങളും സെപ്പറേറ്റ് കണ്ടിട്ട് കൂട്ടിയാൽ പോരെ? രണ്ടോടത്തും പൈതഗോറസ് അപ്ലൈ ചെയ്താൽ പോരെ? ആദ്യം ഫസ്റ്റത്തെ കയർ എ പി കാണാൻ, എ പി ഇത് 90 കുത്തനെ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കണേ അല്ലേ. അപ്പോൾ ഈ ത്രികോണത്തിൻ്റെ ഹൈപ്പോട്ടനസ് ആണിത്, കർണം. അപ്പോൾ എ പി സ്ക്വയർ = AB² + BP² ചെയ്താൽ പോരെ? അപ്പോൾ 3ന്റെ സ്ക്വയർ + x-ന്റെ സ്ക്വയർ, 3ന്റെ സ്ക്വയർ 9, അപ്പോൾ 9 + x². ഈ എ പിയുടെ നീളം കാണാൻ, AP² ആണ് എ പിയുടെ നീളം കാണാൻ അതിൻ്റെ റൂട്ട് എടുക്കണം. ഇനി ഇപ്പുറത്ത് പി ഡി കാണാനാണെന്നുണ്ടെങ്കിലോ, PD² നിങ്ങളൊന്ന് പറഞ്ഞ് PC² + CD² അല്ലെങ്കിൽ DC². DC എന്ന് പറയുന്നത് 4 ആണ്. അപ്പം ഇവിടെയോ 5 - x² ഒന്നും വരും. 4ന്റെ സ്ക്വയർ 16 ആണ്. ഇതിനെ നമ്മൾ A - B² എക്സ്പാൻഡ് ചെയ്യും. ഏത്? A - B². ഇതൊക്കെ എക്സ്പാൻഡ് ചെയ്യാതെ തന്നെ നമുക്കിത് പോളിനോമിയൽ അല്ല എന്ന് പറയാൻ പറ്റും. കാരണം ഇതിൻ്റെ ഒന്നും റൂട്ട് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ.
ഇല്ല. എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നാണ്. എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 5 സ്ക്വയർ, ദെൻ 2ab എന്ന് പറയുമ്പോൾ 2 × 5 10, 10 × x 10x, പിന്നെ ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ. ഓക്കെ, 16ക്ക് 25 കൂട്ടിയാൽ 46 × 5 11 2 1 3 4 41 കിട്ടും. ഓക്കെ, ഇനി ഈ രണ്ട് ലെങ്ത്തുകൾ ഇതിൻ്റെ റൂട്ട് എടുക്കണം. പി ഡി സ്ക്വയർ ആണത്. റൂട്ട് എടുക്കുമ്പോൾ പി ഡിൻ്റെ സ്ക്വയർ കളയാൻ റൂട്ട് എടുക്കണം. കാരൻ്റെ നീളം എന്ന് പറയുന്നത് ഈ രണ്ട് ലെങ്ത്തുകൾ കൂട്ടണം. ഇത് രണ്ടും കൂട്ടുമ്പോൾ നമുക്കത് എങ്ങനെ കിട്ടും? ഇതിനെ നമുക്ക് കൂട്ടാൻ പറ്റുമോ? 9 + x² റൂട്ട് കാണാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ ഈ റൂട്ടിൻ്റെ ഉള്ളിൽ x² വന്നുകൊണ്ട് നമുക്കിതിനെ എന്താക്കിയിട്ട് എടുക്കാൻ പറ്റില്ല, ഒരു പോളിനോമിയലായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺസിഡർ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ പൈതഗോറസ് വെച്ച് ചെയ്താൽ മതി കേട്ടോ. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ റൂട്ടിൻ്റെ ഉള്ളിൽ എക്സ് വന്നു കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ പവർ വരെ x⁻² ആണ്. ഓക്കെ, ഇങ്ങനെ റൂട്ടിൻ്റെ ഉള്ളിൽ പവർ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ആയിട്ട് എടുക്കാൻ പറ്റില്ല, പോളിനോമിയലായിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം പോളിനോമിയലിൻ്റെ പവർ എപ്പോഴും ഹോൾ നമ്പർ ആയിരിക്കണം, 0 തൊട്ടുള്ള നമ്പറാണ്. ഇനി ഡിനോമിനേറ്ററിൽ വന്നാൽ എന്താ ആവാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ന്യൂമറേറ്ററിലോട്ട് പോകുമ്പോൾ അതിൻ്റെ പവർ നെഗറ്റീവ് ആവും. അതുകൊണ്ടാണ് ഡിനോമിനേറ്ററിൽ വന്നാൽ എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എ പിയുടെ നീളം, ഇതൊക്കെ ഫസ്റ്റ് തന്നെ നമുക്ക് പറയാൻ പറ്റില്ലേ. എ പിയുടെ നീളവും പൈതഗോറസ് വെച്ച് കാണുക, പി ഡിയുടെ പൈതഗോറസ് വെച്ച് കാണുക, എന്നിട്ട് അത് രണ്ടും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടുത്തെ റൂട്ട് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് നോട്ട് എ പോളിനോമിയൽ, ഇതൊരു ബഹുപദമല്ല എന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് പോളിനോമിയൽ ആണോ അല്ലയോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാനാണ് കേട്ടോ.